പ്രേതങ്ങളാണ്, ആത്മാക്കളാണ്, അവിടെ പോകാൻ തന്നെ ഭയപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഈ മോർച്ചറിക്കകത്തുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്? പുള്ളിക്കാരൻ 6 പേരെ കൊന്നു എന്നാണ് പോലീസിന്റെ കണ്ടുവരുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ 9 പേരെ കൊന്നു എന്നാണ്. അവരെ കൊന്ന് എങ്ങനെയെങ്കിലും കൊന്നിട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കും, എന്നിട്ട് ഒരു ഡ്രമ്മിനകത്തോ എന്തെങ്കിലും ഇട്ടേക്കും. ഒരു സമ്പന്നയായ ഒരു യുവതി ഇതുപോലെ ഇയാൾ കൊന്ന് ഇതിലിട്ടും. പക്ഷേ ഇവരുടെ പല്ലിൽ ഒരു ആർട്ടിഫിഷ്യൽ ഡെഞ്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആസിഡ് വീണിട്ടും ഈ ഡെഞ്ചർ പോയില്ല. എന്നിട്ട് ഇയാളെ ഡ്രമ്മിൽ ഇട്ടിട്ട് ഇയാള് ഡിസ്പോസ് ചെയ്തു. ഏതോ ഒരു മനുഷ്യൻ വഴിയിൽ മരണപ്പെട്ട് കിടക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അവർ മരണപ്പെട്ടത്? തലയിലെ ചതവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കത് കാണാൻ പറ്റത്തില്ല, വിസിബിളി കാണാൻ പറ്റത്തില്ല. മരണപ്പെട്ടവരുടെ രഹസ്യങ്ങൾ തേടിപ്പോകുന്നവരാണ് ഫോറൻസിക് സർജന്മാർ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള സുജീഷ മാമാണ്. മാം നമസ്തേ. മാം, ഈ ഫോറൻസിക് സർജൻ അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വളരെ രസകരമായിട്ട് തോന്നും. ഈ സിനിമകളൊക്കെ, ഫോറൻസിക് പോലുള്ള മൂവികളൊക്കെ വന്നതിന് ശേഷം എന്തൊക്കെയോ രഹസ്യങ്ങൾ എല്ലായിടത്തും തേടാൻ പോകുന്ന ഒരു ആളായിട്ടാണ് പലപ്പോഴും ഈ ഫോറൻസിക് സർജന്മാരെ നമ്മൾ കാണാറുള്ളത്. മാം, എങ്ങനെയായിരുന്നു ഇതിലേക്ക് വന്നത്? ഞാൻ MBBS തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് HOD ഗിരീഷ് സാറായിരുന്നു, സെക്കൻഡ് പ്രൊഫസർ ശ്രീകുമാരി മാഡം, നമ്മുടെ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസൊക്കെ ചെയ്ത മാഡമാണ്. പിന്നെ ജഗദീഷ് സാറിൻ്റെ വൈഫ് രമ മാഡം, പിന്നെ ശശികല മാഡം, ഇവരൊക്കെയാണ് ഞങ്ങളുടെ എന്താ പറയുക പ്രൊഫസർമാരും അധ്യാപകരും. അവരുടെ ഒരു ക്ലാസ്സും അവർ കേസ് ചെയ്യുന്ന ആ ഒരു ഇതും അവരുടെ ആ ഒരു എന്താ പറയുക ഒരു ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ട് നമുക്ക് MBBS സമയത്തെ ഒരു ഇഷ്ടം തോന്നുന്നു ആ സബ്ജക്റ്റിനോട്. അതുകൊണ്ട് തന്നെ MBBS കഴിഞ്ഞ് PG എൻട്രൻസ് കഴിഞ്ഞ് ഞാൻ ഗൈനക്ക്, സൈക്യാട്രി, അങ്ങനെ കുറേ PG ക്ലിനിക്കൽ PG കിട്ടുമായിരുന്നിട്ടും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഫോറൻസിക് മെഡിസിൻ 3 വർഷത്തേക്ക് തിരഞ്ഞെടുത്തത്. അതിൽ പക്ഷേ എനിക്ക് കുറ്റബോധമോ സങ്കടമോ ദുഃഖമോ ഇതുവരെ ഇല്ല. അല്ല, പലപ്പോഴും ഈ പോലീസ് സർജൻ ആകുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണിയാണ്. ഇപ്പോൾ മരണപ്പെട്ടു പോകുന്നവർ എങ്ങനെയാണ്, അവരുടെ മരണത്തിൻ്റെ രഹസ്യങ്ങൾ പലപ്പോഴും അവർക്കറിയില്ല. ഇപ്പോൾ ഏതോ ഒരു മനുഷ്യൻ വഴിയിൽ മരണപ്പെട്ട് കിടക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അവർ മരണപ്പെട്ടത്, ആരാണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, ആ കാരണങ്ങൾ തേടി പോകുമ്പോൾ അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, എനിക്കൊന്ന് ഏകദേശം 8 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ അവനെ ഞെട്ടിച്ചിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് കേസുകളുണ്ട്. ഈ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ പോലീസിനെ സത്യം പറഞ്ഞ അല്ലെങ്കിൽ ജുഡീഷ്യറിയെ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഒരു കേസ് ഇൻവെസ്റ്റിഗേഷന്. നമുക്ക് യൂഷ്വലി വരുന്നത് പോലീസ് ബോഡി നമ്മുടെ അടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുവരികയാണ്. വളരെ റെയറായിട്ടേ നമ്മളിങ്ങനെ എക്സുമേഷൻ, സീനോട്ടോപ്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാറുള്ളൂ. അതിൽ ഈ പലപ്പോഴും ഈ വഴിയിൽ ഫൗണ്ടഡ് അങ്ങനത്തെ കേസസ് ചിലപ്പോൾ എക്സ്റ്റേണലി പുറത്തൊരു ഇഞ്ചുറി ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മളടുത്ത് വരുമ്പോഴായിരിക്കും ചിലപ്പം ചെസ്റ്റിൽ റിഫ്രാക്ചറോ ലങ്ങിന് ഇഞ്ചുറിയോ, അതായത് പിന്നെ തലയിൽ ചിലപ്പം തലയിലെ ചതവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കത് കാണാൻ പറ്റത്തില്ല, വിസിബിളി കാണാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ സ്കാൽപ്പ് തലയുടെ ഈ ഇത് തുറക്കുമ്പോഴായിരിക്കും ചിലപ്പം തലയിൽ ചതവ്, സ്കള്ളിൽ ഫ്രാക്ചർ, ബ്രെയിനുള്ളിൽ ഹെമറേജ്. പക്ഷെ ചിലപ്പം പോലീസ് പോലും ചിലപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചതാണെന്ന് തെറ്റിദ്ധരിക്കുന്ന കേസസ് ഉണ്ട്. അപ്പം നമ്മുടെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ അത് മർഡറായി മാറും. എസ്പെഷ്യലി ബ്ലണ്ട് ഇമ്പാക്ട് അല്ലെങ്കിൽ ബ്ലണ്ട് വെപ്പൺ എന്ന് പറയുന്നത്, അതായത് ഷാർപ്പ് അല്ലാത്ത സാധനങ്ങൾ, ഈ കല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് ചിലപ്പോൾ തലക്കടിക്കുന്നതായിരിക്കും. ചിലപ്പം ആക്സിഡന്റ് കേസ് പോലും ആവാം, ചിലപ്പോൾ CCTV ഒന്നും ഇല്ല, ചിലപ്പോൾ അവിടെ തന്നെ കിടന്ന് മരിക്കുന്നതാവാം. അങ്ങനെ പല നാച്ചുറൽ കേസസും പിന്നീട് അത് മർഡറായി മാറാറുണ്ട്. ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതേപോലെ ഒരുപാട് കേസ് സ്റ്റഡീസ് വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതിലേതെങ്കിലും ഒരു കേസ് സ്റ്റഡി പറയാമോ, ഇപ്പോൾ നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആക്കി അല്ലെങ്കിൽ ഇതിലേക്ക് എത്തിച്ച? നമുക്ക് MBBSനും PGക്കും നമ്മുടെ ഐഡന്റിഫിക്കേഷൻ എന്നൊരു ചാപ്റ്റർ ഉണ്ട്, ഐഡന്റിറ്റി. അതിലൊരു ആസിഡ് മർഡർ കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. ആസിഡ് മർഡർ കേസ് അതൊരു ജോൺ വെയ് എന്ന് പറഞ്ഞത് ഒരു മൂവി എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു, AEs for ആസിഡോ അങ്ങനെ എങ്ങാണ്ട്. ആ പുള്ളിക്കാരൻ 6 പേരെ കൊന്നു എന്നാണ് പോലീസിന്റെ കണ്ടുവരുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ 9 പേരെ കൊന്നു എന്നാണ്. പുള്ളിക്കാരൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സമ്പന്നരായ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവരുടെ സ്റ്റാഫ് അങ്ങനെ എന്തെങ്കിലും ആയി നിന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ സൈനൊക്കെ പഠിക്കും. എന്നിട്ട് അവരുടെ എല്ലാ ഇതും അവരെ എങ്ങനെയെങ്കിലും കൊന്നിട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കും. എന്നിട്ടൊരു ഡ്രമ്മിനകത്തോ എന്തെങ്കിലും ഇട്ടേക്കും. സൾഫ്യൂരിക് ആസിഡ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അത് ഒന്നും കാണത്തില്ല, അതൊരു കൊറോസീവ് ആസിഡ് ആയതുകൊണ്ട്.
അവസാനം ലാസ്റ്റ് ഇയാൾ പിടിക്കപ്പെടാൻ തന്നെ കാരണം ഒരു സമ്പന്നയായ ഒരു യുവതി ഇതുപോലെ ഇയാൾ കൊന്ന് ഇതിലിട്ടു. പക്ഷേ ഇവരുടെ പല്ലിൽ ഒരു ആർട്ടിഫിഷ്യൽ ഡെഞ്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആസിഡ് വീണിട്ടും ഈ ഡെഞ്ചർ പോയില്ല. എന്നിട്ട് ഇയാളെ ഡ്രമ്മിൽ ഇട്ടിട്ട് ഇയാൾ ഡിസ്പോസ് ചെയ്തു. അപ്പൊ പക്ഷേ ഈ ഡെഞ്ചർ ഒരാൾക്ക് കിട്ടിയ ഇവരുടെ മിസ്സിങ് കേസും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് അവസാനം അയാൾ പിടിക്കപ്പെടുന്നത്. അതായത് ഇയാളൊരു ഡെഞ്ചർ, ഒരു പല്ലിലൊരു ഡെഞ്ചർ വെച്ച് ഐഡന്റിറ്റി റിവീൽ ചെയ്ത് ഒരു എന്താ പറയാ കൂട്ടക്കൊലയാളിയെ പിടിക്കപ്പെടുന്ന ഒരു കേസാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ കാണുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക വിഷമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം പോസ്റ്റ്മോർട്ടം ടേബിൾ, മോർച്ചറി, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ മോർച്ചറിയെ പറ്റിയാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. പ്രേതങ്ങളാണ്, ആത്മാക്കളാണ്, അവിടെ പോകാൻ തന്നെ ഭയപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഈ മോർച്ചറിക്കകത്തുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്? നമുക്ക് ഡ്യൂട്ടിയാണ് വരുന്നത്, മാസത്തിലൊരു 5 അല്ലെങ്കിൽ 6 ഡ്യൂട്ടി. നമുക്ക് വർക്കിംഗ് ടൈം വരുന്നത് വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ 9 to 4, ഹോളിഡേയ്സ് 10 to 4 ആണ്. ബാക്കി സമയം ഞങ്ങൾ മോർച്ചറിയിലല്ല, ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ടീച്ചിങ്, MBBS സ്റ്റുഡൻസ്, PG സ്റ്റുഡൻസ്, വേറെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ മോർച്ചറി ഡ്യൂട്ടിയിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല. നമ്മുടെ കൂടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് കാണും, ലാബ് ടെക്നീഷ്യൻസ് കാണും, അറ്റൻഡേഴ്സ് കാണും, സെക്യൂരിറ്റി കാണും. അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമൊന്നുമല്ല, നമ്മൾ കംഫർട്ടബിൾ ആണ്. നമ്മളൊക്കെ കേട്ടുള്ള മോർച്ചറി എന്ന് പറയുന്ന ഒരു പേടിപ്പിക്കുന്ന അന്തരീക്ഷം. ഒരു ടേബിൾ, ഒരു ബോഡി. നമുക്ക് 4 ടേബിളാണ് ഉള്ളത്. നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ്, സെൻട്രലൈസ്ഡ് AC ആണ്. തിരുവനന്തപുരം പഴയ മോർച്ചറി കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ പേടിപ്പിക്കുന്നതായിട്ടൊന്നും ഇല്ല. നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകുന്നത്. പിന്നെ ചില കേസസ് നമ്മൾ വല്ലാണ്ട് ഓൺ ചെയ്യും. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ കേസസ്, ഇപ്പോഴാണെങ്കിൽ അഡോളസൻസ് സൂയിസൈഡ്സ് ഭയങ്കര റേറ്റ് കൂടുതൽ. അഡോളസന്റ് മാത്രമല്ല, 9 വയസ്സായ കുട്ടികൾ വരെ ഹാങ് ചെയ്യുന്ന സമയമാണ് ഇപ്പം. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങളുള്ളത്, കുഞ്ഞുങ്ങളുടെ കേസസ് പൊതുവേ സങ്കടമാണ്. അതുപോലെ നമ്മൾ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ സൂയിസൈഡ് ചെയ്ത് നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. യൂഷ്വലി ഭയങ്കര ട്രോമ. നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ സൂയിസൈഡ് ചെയ്ത് വരുന്നത്, അങ്ങനത്തെ കേസസും ചെയ്തിട്ടുണ്ട്. അത് വളരെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം. അങ്ങനെ എന്തെങ്കിലും സെൻസേഷണൽ കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളുമായി ബന്ധപ്പെട്ട്? കുട്ടികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഇടയ്ക്ക് ഇപ്പം ഒരുപാട് കേസസ് വരുന്നുണ്ട്. ഈ ബാറ്റേഡ് ബേബി സിൻഡ്രോം എന്ന് പറഞ്ഞ്, ബാറ്റേഡ് ബേബി സിൻഡ്രോം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഗാർഡിയൻ അല്ലെങ്കിൽ പാരൻസ് തന്നെയാണ് പ്രതിയായിട്ട് വരുന്നത്. അവർ കുട്ടികളെ റെപ്പറ്റേറ്റീവായിട്ട് ഇഞ്ചുറി വരുത്തിക്കൊണ്ടേയിരിക്കും. ആക്സിഡൻ്റ് അല്ലല്ല, പർപ്പസ്ഫുള്ളി ചെയ്യുന്നത്. യൂഷ്വലി 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് വരുന്നത്. ചിലപ്പം സ്വന്തം അച്ഛനായിരിക്കും, ചിലപ്പോൾ രണ്ടാം അച്ഛനായിരിക്കും. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഡെത്ത് ആവും, ചിലപ്പോൾ ഡെത്ത് ആവണമെന്നില്ല. ഡെത്ത് ആവുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് പല പ്രായത്തിലുള്ള ഇഞ്ചുറി കാണും. ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആയിരിക്കും, ചിലപ്പോൾ ഒന്നൊരു 48 മണിക്കൂർ മുന്നേ, അങ്ങനെ പല ഏജിലുള്ള ഇഞ്ചുറി ആയിരിക്കും. പിന്നെ ഇവർ പറയുന്ന ഹിസ്റ്ററി ആയിട്ട് ഇത് ടാലി ആവത്തില്ല. പിന്നെ മരിച്ച് ചിലപ്പോൾ കൊണ്ടുവരുമ്പോൾ പറയുന്നത് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരുന്നു, ചോക്കിങ്, അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഒക്കെ ആയിരിക്കും പറയും. ബിസ്ക്കറ്റ് കഴിച്ച് തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു. പിന്നെ ചിലതിലാണെങ്കിൽ എക്സ്റ്റേണലി ഒരുപാട് ഇഞ്ചുറി കാണത്തില്ല, ചിലപ്പോൾ വയറ്റിലൊക്കെ ആയിരിക്കും ഇഞ്ചുറി. അപ്പം നമുക്ക് എക്സ്റ്റേണലി കാണാൻ പറ്റത്തില്ല. അങ്ങനെ ബാറ്റേഡ് ബേബി ഇപ്പം ഒരുപാട് കേസസ് നമുക്ക് അതൊരു 1.5 വയസ്സ്. ഈ കഴിഞ്ഞ ഒരു 6 മാസം തന്നെ ഒരു 5-6 കേസ് എങ്ങനെയായിരുന്നു തെളിയിച്ചതെന്നോ പറയാമോ? അത് ഞാനല്ല പോസ്റ്റ്മോർട്ടം ചെയ്തത്. അതില് പുറത്ത് തന്നെ 51 ഇഞ്ചുറിയോളം എങ്ങാണ്ട് ഉണ്ടായിരുന്നു. പിന്നെ എക്സ്റ്റേണലി ഇഞ്ചുറി, എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. അത് അതിലേക്ക് എങ്ങനെയാണ്, അത് അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ് അതിലേക്ക് എത്തിച്ചത് എന്ന് പോലീസ് കണ്ടെത്തുന്ന രീതിയിലേക്ക് എത്തുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് പോലീസിന് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഉള്ള ഫൈൻഡിങ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാം, കോസ് ഓഫ് ഡെത്ത് പറഞ്ഞു കൊടുക്കാം, മാനർ ഇങ്ങനെ ആകാമെന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാനേ പറ്റും. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് പോലെയാണ് പ്രതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് സഹായകമാകും ഇത്തരത്തിലുള്ള സയന്റിഫിക്. അപ്പോൾ ഈ മേഖല വളരെ വ്യത്യസ്തമായി കൊണ്ടിരിക്കുകയാണ്. കാരണം ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഒരുപാട് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വളരുന്നുണ്ട്. അപ്പോൾ ഈ ഫോറൻസിക് മേഖല ഇനി ഒരു അടുത്ത 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും വളരാൻ പോകുന്നത്? ഇപ്പോൾ നമുക്ക് പറയുന്നത് വെർച്ചോപ്സിയാണ്. അത് നമ്മുടെ ശരിക്കും റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ആക്ച്വലി ശരിക്കും ഫിനാൻഷ്യൽ ഭയങ്കര ബർഡൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ല, ചിലപ്പോൾ വന്നേക്കാം ഫ്യൂച്ചറിൽ. അതിന്റെ ഒരു വർക്കിംഗ് മോഡൽ എങ്ങനെയായിരിക്കും? വെർച്ചോപ്സി വരുമ്പം ശരിക്കും റേഡിയോളജിയിൽ നമുക്ക് ട്രെയിനിങ് വേണ്ടി വരും എന്ന് വെച്ചാൽ. പക്ഷേ അതിന് കൊണ്ടുള്ള ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്
ചിലപ്പോൾ നമുക്ക് ചില കേസസ് മിസ്സായി പോകും. ഇഞ്ചുറി ഇപ്പം ആക്സിഡന്റ് കേസസിനൊക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷേ ചിലപ്പോൾ ഈ പറയുന്ന പോലെ മെഷീൻസിനും എറർ വരാം. അതുകൊണ്ട് വേറൊരു സ്റ്റേറ്റിലും അങ്ങനെ തുടങ്ങിയിട്ടില്ല. അതിങ്ങനെ കുറച്ച് നാളായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പോൾ മാം പറഞ്ഞു മാമിൻ്റെ അടുത്തേക്ക് വരുന്ന ഇത്തരത്തിലുള്ള മനുഷ്യർ ചിലർ ഹോണ്ട് ചെയ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെ അതിലേക്ക് വലിച്ചിടാറുണ്ട്. അങ്ങനൊരു അനുഭവം പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളുടെ കേസസ്. ഈ ഞാൻ ഇപ്പം ഇടയ്ക്ക് PhD പോലെ രജിസ്റ്റർ ചെയ്ത അഡോളസെന്റ് സൂയിസൈഡ്സ് ആണ്. അപ്പോൾ അഡോളസെന്റ് മാത്രമല്ല, ഈ ഒരു 9 വയസ്സുള്ള കുട്ടിക്ക് വരെ ഹാങ് ചെയ്യാൻ തോന്നുന്നു. ഒന്നുകിൽ അവർക്ക് ആ ഒരു സ്ട്രെസ് താങ്ങാൻ പറ്റുന്നില്ല, അതായിരിക്കാം ഒരു റീസൺ. സൂയിസൈഡ് റേറ്റ് യങ് ഏജ് ഗ്രൂപ്പിൽ വളരെ കൂടുതലാണ് ഇപ്പോൾ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ വീട്ടിലും ഇതേ പ്രായത്തിലൊക്കെ കുട്ടികളുള്ളപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് തന്നെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ വീട്ടിൽ ഇതേ പ്രായത്തിൽ ഒരു കുട്ടിയുണ്ടല്ലോ, അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പിന്നെ കുഞ്ഞുങ്ങളിൽ ആക്സിഡൻറ്റ് ഒരു റേറ്റും കൂടുതലാണ്. അവർ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ഡ്രൈവിങ്ങും ആകാം. ലൈസൻസ് ഉള്ളവരും ഉണ്ട്, 16-17 ഇയേഴ്സിൽ വണ്ടി എടുത്ത് പോകുന്നവരും ഉണ്ട്. അപ്പോൾ അതും ആക്സിഡൻറ്റ് ഡെത്തുകൾ ഭയങ്കര റേറ്റ് കൂടുതലാണ് നമുക്ക് അങ്ങനത്തെ കേസസ്. പിന്നെ എനിക്ക് ഹോണ്ട് ചെയ്തത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ആള്, പുള്ളിക്കാരിയുടെ കുഞ്ഞ് 9 മാസമായ കുഞ്ഞിനെയും കൂടെ വയറ്റി കെട്ടി കിണറ്റി ചാടി. എൻ്റെ ഡ്യൂട്ടി ദിവസം തന്നെയാണ് ആ കേസ് വന്നത്. ഞാൻ അതിന് ഒരു 1-2 ദിവസം മുന്നേ പുള്ളിക്കാരുടെ അടുത്ത് സംസാരിച്ചാണ്. അപ്പോൾ അതെനിക്ക് കുറച്ച് ദിവസം ഭയങ്കര ട്രോമയായിരുന്നത്. അതൊരു കേസ്. പിന്നെ ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ് സൂയിസൈഡ് ചെയ്തു. അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു, MBBS പീരീഡ് പഠിപ്പിച്ച്. അതൊക്കെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ കുട്ടികളുടെ മരണത്തെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഇപ്പോൾ 8 വയസ്സ് 9 വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഇങ്ങനെ മരണപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ ആത്മഹത്യയിലേക്ക് പോകുന്നത്? അതെന്തുകൊണ്ടായിരിക്കും? ഒരു സോഷ്യൽ ഫിയർ ആയിരിക്കും ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്? ഫസ്റ്റ് റീസൺ എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് ഈ സ്ട്രെസ്സ് താങ്ങാൻ ഇപ്പോഴും പറ്റുന്നില്ല. പിന്നെ അവർക്കൊരു പഴയതുപോലെ ഒരു പിയർ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. കൂടുതലും അവർ ഈ മൊബൈൽ അഡിക്റ്റും അങ്ങനെ. അപ്പോൾ അവർക്ക് പിന്നെ വീട്ടുകാരുമായിട്ടും കുട്ടികൾ അധികം സംസാരിക്കാറില്ല. ടീച്ചേഴ്സാണെന്ന് തോന്നുന്നു അവരുടെ അടുത്ത് കുറച്ചെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് ഒന്നും ഷെയർ ചെയ്യാൻ തോന്നാറില്ല. ഒരു ചെറിയൊരു ട്രോമയോ ഒരു ചെറിയൊരു സ്ട്രെസ് പോലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇത് നേരെ അങ്ങ് ചെയ്യുന്നത് സൂയിസൈഡാണ്. പിന്നെ പല വീടുകളിലും ഒരു കുഞ്ഞൊക്കെ ഉള്ളൂ. ഇപ്പം കൂടെ സിബ്ലിങ്സും ഉണ്ടാവില്ല ഒന്ന് ഷെയർ ചെയ്യാൻ. പിന്നെ പാരൻസുമായിട്ട് പല കുട്ടികളും ഒന്നും ഷെയർ ചെയ്യാറില്ല. ഈ മൊബൈൽ ഫോണുകളാണ് ഇവരുടെ ഇമോഷനെ തകർക്കുന്നത്. അതൊരു കാരണമായിട്ട് തോന്നാറുണ്ട്. ഈ പലപ്പോഴും പാരൻസ് മൊബൈൽ വാങ്ങിക്കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ പിടിച്ചു വാങ്ങുക, അതൊക്കെയാണ് പല കേസസിലും പോലീസ് തന്നെ കാരണമായിട്ട് പറയുന്നത്. കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ, കുട്ടികളുടെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങുന്നത് ആത്മഹത്യയിലേക്ക് അവരെ നയിക്കുന്നത്. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? നമുക്ക് കുട്ടികളുടെ മാനസികാരോഗ്യം കുറച്ചുകൂടെ സ്കൂളുകളിൽ കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്യാട്രിക് എന്തെങ്കിലും ഒരു ക്ലാസ്സോ. എനിക്കൊന്ന് രക്ഷകർത്താക്കളാണ് ഇത് കൂടുതലും, അവരെയാണ് കൂടുതലും രണ്ടുപേർക്കും അവബോധിപ്പിക്കേണ്ട അവസ്ഥയാണ്.